കഴിഞ്ഞ ദിവസങ്ങളിലെ രണ്ട് കോടതി നിരീക്ഷണങ്ങൾ ഭാരതത്തിലെ പൊതുരംഗത്തേക്ക്, പ്രത്യേകിച്ചും രാഷ്ട്രീയ രംഗത്തേക്ക് ശക്തമായി വിരൽ ചൂണ്ടുന്നതാണ്. രാഹുൽ ഗാന്ധിയും അദ്ദേഹം നയിക്കുന്ന കോൺഗ്രസും അവരടങ്ങുന്ന ഇന്ത്യ സഖ്യവും രാജ്യത്തിനും പ്രധാനമന്ത്രിക്കും സൈന്യത്തിനുമെതിരെ നടത്തുന്ന തരം താണ പ്രചാരണങ്ങൾക്കെതിരെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പ്രതിപക്ഷ നേതാവെന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാഹുൽ നടത്തുന്നത് ആ സ്ഥാനത്തിന്റെ മഹത്വത്തിന് തീരെ യോജിക്കാത്ത കാര്യങ്ങളാണെന്ന കോടതി പരാമർശം നേരത്തെ തന്നെ സമൂഹത്തിന്റെ മനസ്സിൽ പതിഞ്ഞ കാര്യമാണ്. പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന നരേന്ദ്രമോദിയോടുള്ള രാഷ്ട്രീയ വൈര്യം രാജ്യത്തോടുള്ള വിരോധമായി മാറുന്ന പ്രതിഭാസമാണ് കുറച്ചുകാലമായി രാഹുലിൽ കാണുന്നത്. അതിന്റെ ഭാഗമാണ് ശത്രു രാജ്യങ്ങളായ പാകിസ്ഥാനെയും ചൈനയെയും ന്യായീകരിക്കുകയും അംഗീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന സമീപനം ആ വ്യക്തിയിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാവുന്നത്. ഒരു ശരിയായ ഭാരതീയനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നവയല്ല ഇതെന്നുള്ള സുപ്രീം കോടതി പരാമർശം രാഹുലിനെ ചൊടിപ്പിച്ചെങ്കിലും അത് ഓരോ രാജ്യസ്നേഹിയുടെയും മനസ്സറിഞ്ഞ വാക്കുകളാണ്. അത് ഉൾക്കൊള്ളാൻ രാഹുലിനും പാർട്ടിക്കും കഴിയാതെ പോകുന്നത് അവരുടെ മാനസികമായ അടിമത്തം കൊണ്ടാണ്. ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും എതിർക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ചില സംഘടിത വിഭാഗങ്ങളുടെ താല്പര്യമാണ് രാഹുലിന്റെ നാവിലൂടെ പുറത്തു വരുന്നത്. അവരുടെ മസ്തിഷ്കമാണ് രാഹുലിന്റെ തലയിലൂടെ പ്രവർത്തിക്കുന്നത്. ചിന്തകളിലൂടെയാണല്ലോ ഓരോരുത്തരുടെയും വ്യക്തിത്വം തെളിയുന്നത്. രാഹുലിന്റെ ചിന്തയിൽ തെളിയുന്നത് രാജ്യവിരുദ്ധതയാണ്. അതാണ് കോടതി സൂചിപ്പിച്ചതും. അത് അടിമത്തത്തിൽ ഊന്നിയ ചിന്തയാണ്. സംഘടിത രാജ്യവിരുദ്ധതയ്ക്ക് സ്വയം അടിമപ്പെട്ട അധികാരമോഹിയുടെ ചിന്ത. പാരമ്പര്യമായി തനിക്ക് കിട്ടേണ്ടത് മറ്റൊരാൾ തട്ടിയെടുത്തു എന്ന ചിന്ത. ന്യായവും നീതിപൂർവവും നിയമപരവുമായ മാർഗത്തിലൂടെ നേടാൻ കഴിയാത്തത് കുൽസിതമായി നേടാനുള്ള നീക്കം. അതിന് സാധിക്കാത്തതിന്റെ അസഹിഷ്ണുത. സംഘടിതമായി കോടതിക്കെതിരെ നീങ്ങിയാൽ എല്ലാം നേടാമെന്ന മൂഢചിന്തയാണ് ഇന്ന് ആ നേതാവിനെയും അനുയായികളെയും നയിക്കുന്നത്. CPM ജനനം മുതൽ ദേശവിരുദ്ധത മനസ്സിലുറച്ച പ്രസ്ഥാനമാണെന്ന് ഏവർക്കും അറിയാം. രാജ്യത്തിന്റെ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയും വൈദേശിക പ്രശ്നങ്ങളിൽ മതം നോക്കി പ്രതികരിക്കുകയും ചെയ്യുന്ന അവരുടെ ലക്ഷ്യവും ദേശവിരുദ്ധത വോട്ടാക്കി മുതലെടുക്കുക എന്നതാണ്. ഗാസയിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള സമ്മേളനത്തിന് മുംബൈയിൽ അനുമതി നിഷേധിച്ചതിനെതിരെ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ നക്സലറ്റുകളോട് ചേർത്ത് പറഞ്ഞ BJPയുടെ ജാതി രാഷ്ട്രീയവും ഇതിനോട് കൂട്ടിവായിക്കാം. രാഷ്ട്രം അത്ഭുതകരമായ വികസന കുതിപ്പ് നടത്തുന്ന ഈ സമയത്ത് ഭാരത രാഷ്ട്രീയത്തിലെ വിനാശകാരികളായ ചുരുക്കം ചില രാഷ്ട്രീയ വൈറസുകളെ നിഷ്ക്രിയരാക്കുക എന്നത് കാലത്തിന്റെ ആവശ്യമാണ്. അത് ചെയ്യേണ്ടത് സാമാന്യ ജനങ്ങളാണ്. അത് അവരുടെ കടമ കൂടിയാണ്.